ബൈബറി, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജസ് ഇൻ ഇംഗ്ലണ്ട്. ബ്രിസ്റ്റോളിൽ നിന്ന് 72 കിലോമീറ്ററാണ് ബൈബറിയിലേക്കുള്ളത്. അതായത് കാറിലൊരു 1 hour ട്രാവൽ. ഇംഗ്ലണ്ടിലെ കോട്സ്വോൾഡ്സിൻ്റെ ഹൃദയഭാഗത്തുള്ള ബൈബറി ഗ്രാമത്തെ ഫെയറി ടെയിൽ വില്ലേജ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഇവിടെ എത്തുമ്പോൾ ഒരു കഥാപുസ്തകത്തിൻ്റെ താളുകളിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. തേൻ നിറമുള്ള പഴയ കല്ല് വീടുകൾ, ശാന്തമായി ഒഴുകുന്ന റിവർ കോൾ, നിറയെ പച്ചപ്പും പൂക്കളും. ഇവിടെ നടക്കുമ്പം ഒരു കഥാപുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇവിടെയുള്ള അർലിംഗ്ടൺ റോ എന്ന കല്ല് വീടുകളുടെ നിരയാണ് ബൈബറിയുടെ ഏറ്റവും വലിയ ആകർഷണം. ഏകദേശം 700 വർഷത്തിലേറെ പഴക്കമുള്ള ഈ വീടുകൾ ഇന്നും അതേ ഭംഗിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബൈബറിയെ ആളുകൾ ഫെയറി ടെയിൽ വില്ലേജ് എന്ന് വിളിക്കുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ വില്യം മോറിസ് ബൈബറിയെ ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്ന് വിശേഷിപ്പിച്ചതും ഈ ഗ്രാമത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെടുന്ന തെരുവുകളിൽ ഒന്നാണ് ബൈബറി. ഇവിടുത്തെ വീടുകൾ ഇന്നും ആളുകൾ താമസിക്കുന്ന സ്വകാര്യ വസതികളാണ്. അതിനാൽ തന്നെ ശബ്ദം കുറച്ച് സ്വകാര്യത മാനിച്ചു വേണം ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ആർലിംഗ്ടൺ റോയിൽ നിന്ന് കുറച്ചു നടന്നാൽ ബൈബറിയിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് മേരീസ് ചർച്ച് കാണാം. ഏകദേശം 1000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ദേവാലയം 11ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് 12ാം 13ാം നൂറ്റാണ്ടുകളിൽ ഇത് വികസിപ്പിക്കുകയും പുതുക്കി പണിയുകയും ചെയ്തു. നോർമൻ ശൈലിയിലുള്ള മനോഹരമായ ആർക്കിടെക്ചറും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കൽഭിത്തികളും ശാന്തമായ പള്ളിമുറ്റവും ഈ ദേവാലയത്തിന്റെ പ്രത്യേകതകളാണ്. റിവർ കോളിന്റെ തീരത്തുള്ള ഈ പള്ളി ഇന്നും ബൈബറി ഗ്രാമത്തിന്റെ ഹൃദയമായി നിലകൊള്ളുന്നു. ബൈബറി ഒരു സാധാരണ ഗ്രാമമല്ല, കാലം നിശ്ചലമായതുപോലെ തോന്നിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഫെയറി ടെയിൽ ഗ്രാമമാണ്. ഇവിടെ ഓരോ വഴിയും ഓരോ കാഴ്ചയും ഒരു പോസ്റ്റ് കാർഡിലോ സിനിമയിലോ കാണുന്ന രംഗം പോലെ മനോഹരമാണ്. ഇംഗ്ലണ്ടിലേക്ക് വരുന്നവർ ബൈബറി ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. ചെറിയ ഗ്രാമമാണെങ്കിലും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം ബൈബറി നമുക്ക് തരും. യാത്രകളും വിശേഷങ്ങളും തീരുന്നില്ല. അടുത്ത വിശേഷവുമായി നാളെ കാണാം. ബായ്.